പട്ടാളം ഹനഫി മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രതിഷേധ റാലി നടത്തി. ഫോർട്ട് കൊച്ചി പട്ടാളം ഹനഫി മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ഫോർട്ട് കൊച്ചി സർക്കിൾ ഇൻസ്പെക്ടർ MS ഫൈസൽ റാലി ഉദ്ഘാടനം ചെയ്തു. ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ലഹരി നമ്മൾ വിചാരിക്കുന്നത് പോലെ അങ്ങ് അകലെ ഉള്ള ഒരു സംഭവമല്ല. നമ്മുടെ ഏറ്റവും അടുത്ത് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് സംഭവിക്കുന്ന ഒരു ദുരന്തമാണ്. നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു. ലഹരി ഉപയോഗിക്കുന്ന 2 പേർ വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അത് പോലീസിൻ്റെ എന്തെങ്കിലും സഹായം അവരെ കൗൺസിലിംഗ് നടത്തുന്നതിനോ മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിനേക്കാൾ ഉപരി ഇപ്പോൾ ശാരീരികമായിട്ടുള്ള അക്രമത്തിലേക്കും ഇത്തരം മക്കൾ, സഹോദരങ്ങൾ, ഭർത്താക്കന്മാർ ഒക്കെ അങ്ങനെ നമ്മളെ നേരിട്ട് തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ഓരോരുത്തരും ഇതിനെതിരായിട്ട് പോരാട്ടത്തിന് ഇറങ്ങേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മാനസികമായിട്ട് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുക. നമ്മൾ ഓരോരുത്തരും, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, യാതൊരുവിധ ലഹരിയും ഉപയോഗിക്കില്ല എന്ന് സ്വയമേവ ഒരു പ്രതിജ്ഞ എടുക്കുക എന്നുള്ളത്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുര്യത്തറ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു. മയക്കുമരുന്ന് വ്യാപകമാണ്. കഴിഞ്ഞ ദിവസം 2 അമ്മമാര് എന്നെ വിളിച്ചിരുന്നു. രാത്രി ഒരു 11 മണിക്ക് ശേഷം അവര് പറയുന്നത് അവരുടെ വീട്ടിൽ മകനെ കൊണ്ട് സഹിയിട്ട് അവൻ അക്രമം തുടങ്ങി എന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ പോലീസിനെ ആദ്യം വിളിച്ചാൽ പോലീസ് വിളിച്ചിട്ട് വല്ല കേസ് എടുക്കുമെന്ന് ഓർത്ത് അവര് രാത്രി എന്നെ വിളിച്ച് പറയുന്നത് എന്താ, കേസ് എടുക്കണ്ട, അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊടുത്ത് അവനൊന്ന് നേരേക്ക് എടുക്കണം. രാവിലെ കിടന്നുറങ്ങും, രാത്രിയാകുമ്പോൾ ഇറങ്ങിപ്പോകും, പിറ്റേ ദിവസം വെളുപ്പിന് വരും, അല്ലെന്നുണ്ടെങ്കിൽ കുറെ ആളുകളായിട്ട് കറങ്ങി കിടക്കും. അപ്പൊ ഇത് ഒരു വ്യാപകമായിട്ടുള്ള ഒരു പരിപാടിയായി തീർന്നിരിക്കണേ. പട്ടാളം മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഹമ്മദ് ഖാൻ സ്വാഗതം ആശംസിച്ചു. നിലവിൽ നടക്കുന്ന ലഹരിമരുന്ന് ഉപയോഗം കൊണ്ടുണ്ടാകുന്ന സാമൂഹിക വിപത്ത് പൊതുജനങ്ങളെ ബോധിപ്പിക്കുന്നതിനായി നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും ജനങ്ങളിൽ നിന്നുള്ള എല്ലാവിധ പിന്തുണയും ലഹരിയെ തുറച്ചു നിൽക്കാൻ വേണ്ട നടപടികൾ തുടരാനും പ്രതിജ്ഞയെടുത്തു. പരിപാടിയിൽ പട്ടാളം മുസ്ലിം ജമാഅത്ത് ഖത്തീബ് ഷാജഹാൻ സഖാഫി നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.